भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. പൊന്നുഗുരുവായൂരപ്പന്റെ കാരുണ്യാതിരേകം കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷര സപര്യ ഇന്ന് 709 ദിവസത്തിൽ എത്തി നിൽക്കുന്നു. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥത്തിലെ 84 അധ്യായത്തിൽ 57 മുതലുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഭഗവാന്റെ അതിദിവ്യമായ ആ കുടുംബ സംഗമം സമന്തപഞ്ചകതീർത്ഥക്കരയിൽ എല്ലാവരും എത്തിച്ചേർന്നു. അവിടെ വസുദേവര് അതിഗംഭീരമായിട്ട് യജ്ഞങ്ങളെ നടത്തി. അതിനുശേഷം എല്ലാവർക്കും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും പലതരത്തിലുള്ള ദാനങ്ങളും ഒക്കെ നൽകി എല്ലാവരെയും പൂജിച്ചു. ആ യാഗത്തെ പ്രശംസിച്ചും കൊണ്ട് അവരൊക്കെ അവിടുന്ന് തിരിച്ചു പോവുകയും ചെയ്തു എന്ന് പറഞ്ഞിടത്താണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. ആരൊക്കെയാണ് പോയത്? ധൃതരാഷ്ട്രോനുജ പാർത്ഥാ ഭീഷ്മോ ദ്രോണ പ്രധായമൗ നാരദോ ഭഗവാൻ വ്യാസ സുഹൃൽ സംബന്ധി ബാന്ധവ ബന്ധൂൻ പരിഷ്വജ്യയധൂൻ സൗഹൃദാൻ ക്ലിന്നചേതസ യയുർവിരഹകൃച്ഛ്രേണ സ്വദേശാംശ്ചാപരേ ജനാഃ. ധൃതരാഷ്ട്രര്, അതേപോലെ അനുജൻ വിതുരമഹാശയൻ, പാർത്ഥന്മാർ പാണ്ഡവന്മാര്, ധർമ്മപുത്രര് ഭീമൻ അർജുനൻ, പിന്നെ പ്രധാ കുന്തി, ഭീഷ്മര്, ദ്രോണര്, യമൗ എന്ന് പറഞ്ഞാൽ നകുല സഹദേവന്മാര്, ഭഗവാൻ നാരദ, ഭഗവാനായ നാരദൻ, വേദവ്യാസൻ, സുഹൃൽ സംബന്ധി ബാന്ധവാഹ, സുഹൃത്തുക്കൾ, സംബന്ധികൾ, ബാന്ധവന്മാർ, ബന്ധൂൻ യദൂൻ, ബന്ധുക്കളായ യദുക്കളെ പരിഷ്വജ്യ, ആലിംഗനം ചെയ്തിട്ട്, സൗഹൃദാൻ ക്ലിന്നചേതസ, സ്നേഹം കൊണ്ട് ആർദ്രമായ ചേതസ്സോടുകൂടി, മനസ്സോടുകൂടി, വിരഹകൃച്ഛേണ, വിരഹക്ലേശത്തോടുകൂടി, സ്വദേശാൻ യയു, അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചുപോയി.
അപരേ ജനാച, മറ്റ് ജനങ്ങളും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചുപോയി എന്ന് പറയുന്നു. വലിയ സന്തോഷമായിരുന്നു സമന്തപഞ്ചക തീർത്ഥക്കരയിൽ. എല്ലാവരും സന്തോഷത്തോടുകൂടി കഴിഞ്ഞ നാളുകൾ ഇപ്പൊ തിരിച്ചു പോകേണ്ട സമയമായി, വർഷകാലം വന്നു എന്നാണ്. അപ്പൊ എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോകാനായിട്ട് ആരംഭിച്ചു. ഇന്ന ആളുകളൊക്കെ പോയി എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് പിന്നെയും നിരവധി ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ അവരവരുടെ ഗൃഹങ്ങളിലേക്ക് അവരവരുടെ ദേശങ്ങളിലേക്ക് തിരിച്ചുപോയി. നന്ദസ്തു സഹ ഗോപാലേ ബൃഹത്യാ പൂജയാർച്ചിത കൃഷ്ണരാമോഗ്രസേനാദ്യേന്യവാത്സ്യേൽ ബന്ധുവത്സലഃ നന്ദഃ തു. ബന്ധുക്കളിൽ താല്പര്യം, ബന്ധുക്കളോട് സ്നേഹമുള്ള നന്ദനും ഗോപാലൈ സഹ, ഗോപാലന്മാരോടുകൂടി ബൃഹത്യാ പൂജയാ അർച്ചിത, ഏറ്റവും മഹത്തായ പൂജ കൊണ്ട് സൽക്കരിക്കപ്പെട്ടവനായി കൃഷ്ണരാമോഗ്രസേനാദി, കൃഷ്ണൻ രാമൻ ഉഗ്രസേനൻ തുടങ്ങിയവരോടുകൂടി ന്യവാത്സ്യേൽ, അവിടെ കുറച്ചു കാലം കൂടി താമസിച്ചു എന്നാണ്. നന്ദഗോപനെയും ഗോപന്മാരെയും പൂജിച്ചു ഭഗവാൻ. നന്ദഗോപൻ ശ്രീകൃഷ്ണനോടും ബലരാമനോടും അതേപോലെ ഉഗ്രസേനോടുമൊപ്പം അവിടെ താമസിച്ചു. വസുദേവഞ്ചസോത്തീര്യ മനോരഥമഹാർണവം സുഹൃത പ്രീതമന നന്ദമാഹ കരേ സ്പൃശൻ. വസുദേവര് മനോരഥ മഹാർണവം, മനോരഥ മഹാസമുദ്രത്തെ അഞ്ജസ സുഖേന, ഏറ്റവും എളുപ്പത്തിൽ ഉത്തീര്യ കടന്നിട്ട് സുഹൃത, സുഹൃത്തുക്കളാൽ ചുറ്റപ്പെട്ടവനായി പ്രീതമനാഹ, സന്തോഷിച്ച മനസ്സോടുകൂടി കരേ സ്പൃശൻ, കൈയിങ്ങനെ പിടിച്ച് നന്ദം ആഹ, നന്ദനോട് പറഞ്ഞു. യാഗം ഭംഗിയായിട്ട് നടന്നു. വസുദേവർക്ക് സമാധാനായി, സന്തോഷമായി. അപ്പോ ആ യാഗം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വേണ്ട പോലെ നടന്നു. അങ്ങനെ ആഗ്രഹമാകുന്ന ആ വലിയ സമുദ്രത്തെ അതിനെ തരണം ചെയ്തു, അല്ലെങ്കിൽ ആഗ്രഹം സാധിച്ച വസുദേവര് ബന്ധുക്കളോടും സ്നേഹിതന്മാരോടും തന്റെ ആ സ്നേഹവും സന്തോഷവും കടപ്പാടും സൂചിപ്പിച്ചുകൊണ്ട് നന്ദഗോപുര കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച് വസുദേവര് പറയുകയാണ്, ഭ്രാതരീശകൃതപാശോ നൃണാം യസ്നേഹ സംജ്ഞിത തം ദുസ്ത്യജമഹം മന്യേ ശൂരാണാമപി യോഗിനാം. ഭ്രാത, ഹേ സഹോദര, തന്റെ ഒരു ജ്യേഷ്ഠനെ പോലെയാണ് വസുദേവരെ നന്ദഗോപരെ കാണുന്നത്. അതുകൊണ്ടാണ് ഭ്രാത എന്ന് വിളിച്ചത്. ഇവിടെ യാ സ നൃണാം, ഏതാണോ അത് മനുഷ്യർക്ക് ഈശകൃത, ഈശ്വരൻ നിർമ്മിച്ച പാശമായി തീരുന്നത്, ശൂരാണാം യോഗിനാമപി, അതിശ്രേഷ്ഠന്മാർ ശൂരന്മാരായിരിക്കുന്ന യോഗികൾക്കും അതിനെ ദുസ്ത്യജം ത്യജിക്കാൻ സാധിക്കാത്തത് അഹം മന്യേ, അത് ഞാൻ വിചാരിക്കുന്നു. എന്താ? ഈശ്വരൻ നിർമ്മിച്ച പാശം, സ്നേഹപാശം. മനുഷ്യരെ തമ്മിൽ ബന്ധിക്കാൻ ദൈവം കൽപ്പിച്ച വലിയൊരു പാശമുണ്ട്, അത് സ്നേഹപാശമാണ്. എന്തിന്? ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ബന്ധത്തിന് കാരണമായ സകല വിഷയങ്ങളെയും ത്യജിച്ച് മഹാരണ്യങ്ങളിൽ തപസ് ചെയ്യുന്ന മഹാശൂരന്മാരായ യോഗികൾക്ക് പോലും ഉപേക്ഷിക്കാൻ സാധിക്കാത്തതാണ് ഈ ബന്ധം. പലപ്പോഴും ആ സ്നേഹത്തിന്റെ സ്വരൂപം കൊണ്ടാണ് അവരിൽ കാരുണ്യമായിട്ട് നമുക്കത് അനുഭവപ്പെടുന്നത്. അസ്മാസ്വപ്രതികൽപ്പേയം യൽകൃതാജ്ഞേഷു സത്തമൈ മൈത്ര്യർപ്പിതാഫലാവാപി നിവൃത്തേത കർഹിചിൽ. യാതൊന്ന് കാരണമായി കൃതാജ്ഞേഷു, കൃതത്തെ അറിയാത്ത അസ്മാസു, ഞങ്ങളിൽ സത്തമൈഹി, ഏറ്റവും സജ്ജനങ്ങളായ നിങ്ങൾ, അർപ്പിത, വയ്ക്കപ്പെട്ട, അപ്രതികൽപ്പ, ഉപമയില്ലാത്തതായ ഇയം മൈത്രി, ഈ സ്നേഹമുണ്ടല്ലോ, ഈ മൈത്രി ഉണ്ടല്ലോ, അഫല അപി, അഫലം ആണ് എന്നൊരിക്കലും കർഹിച്ചിൽ നിവൃത്തേത, ഒരിക്കലും അതിനെ നിവർത്തിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ പരിശുദ്ധ സ്നേഹം ഒരു പ്രതിഫലവും ഉദ്ദേശിച്ചിട്ടല്ല, അഫല അപി, ഒന്നും ആഗ്രഹിച്ചിട്ടല്ലെങ്കിൽ പോലും ഇപ്പോഴും അത് നശിക്കാതിരിക്കണില്ലേ? പ്രാഗകൽപാച്ച കുശലം ഭ്രാതർവോ നാചരാമഹി
അധുനാ ശ്രീമദാന്ധാക്ഷ ന പശ്യാമ പുരസ്സതാ. ഭ്രാത, വീണ്ടും വിളിക്കുകയാണ്, സഹോദര, പ്രാക് അകൽപാൽ വാ കുശലം ന ആചരാമഹിം. അസാമർഥ്യം കൊണ്ട് നിങ്ങൾക്ക് പ്രിയത്തെ ഞങ്ങൾ ചെയ്തില്ല, ഉറപ്പാണ്. അധുന, ഇപ്പോഴോ, പണ്ട് ചെയ്തില്ല, ഇപ്പോ ശ്രീമദാന്ധാക്ഷ, ശ്രീമതം കൊണ്ട് അന്ധമായ കണ്ണുകളോടുകൂടിയ ഞങ്ങൾ പുരസ്സത, മുൻഭാഗത്തുള്ള സജ്ജനങ്ങളെ കാണുന്നില്ല. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ, സ്നേഹം, മൈത്രി, ഇതിന് പ്രത്യുപകാരം ചെയ്യാൻ, സ്നേഹിക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ലാതിരുന്ന കാരണം കൊണ്ട് ഇതിനു മുമ്പ് ഞങ്ങൾ ചെയ്തില്ല. ഇപ്പോ നിങ്ങൾക്ക് പ്രിയമായ ഏതൊരു കാര്യവും ചെയ്യാതിരുന്ന ഞങ്ങൾ ഐശ്വര്യാധിക്യം കൊണ്ട് കണ്ണു കാണാതെ മുമ്പിൽ വന്ന് നിൽക്കുന്ന സജ്ജനങ്ങളെ അറിയാത്തവരായി മാറി. ഈ രണ്ട് ദോഷവും ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊന്നും ചെയ്തു തന്നിട്ടില്ല, ഇപ്പൊ ചെയ്യാമായിരുന്ന കഴിവുള്ള ഈ സമയത്ത് ഐശ്വര്യമതം കൊണ്ട്, ശ്രീമദാന്ധം, ആ മദാന്ധത കൊണ്ട് ഞങ്ങള് ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് ഞങ്ങളെ സ്നേഹിച്ചത് അഫലമായി എന്ന മറ്റൊരു അർത്ഥവും അവിടെ പറയുന്നു. മാ രാജ്യശ്രീരഭൂത് പുംസാ ശ്രേയസ്കാമസ്യ മാനദ സ്വജനാനുതബന്ധൂൻ വാ ന പശ്യതി യയാന്ധദൃക്. ശ്രേയസ്കാമസ്യ, ശ്രേയസിനെ ആഗ്രഹിക്കുന്ന, പുംസഹ, മനുഷ്യൻ, മാനദ, ലയോ, ഹേ പൂജ്യനായ നന്ദഗോപനെ, രാജ്യശ്രീ, രാജ്യൈശ്വര്യം മാഭൂ, ഒരിക്കലും ഉണ്ടാവരുത് എന്നാണ്. കാരണം അതുകൊണ്ട് യയാ അന്ധദൃക്, അന്ധമായ കണ്ണോടുകൂടിയവൻ, സ്വജനാൻ ഉത ബന്ധുൻവ, സ്വജനങ്ങളെയോ തന്റെ ബന്ധുക്കളെയോ ഒന്നും കാണില്ല. ശ്രേയസ് ആഗ്രഹിക്കുന്ന ആളുകള് ഒരിക്കലും രാജ്യശ്രീ ഇല്ലാതിരിക്കാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കണമെന്നാണ്. രാജ്യൈശ്വര്യം വന്നു കഴിഞ്ഞാൽ കണ്ടു കാണാതെയാവും. ശ്രീമദാന്ധത അത് വരുമെന്നാണ്. അപ്പൊ ഈ മദാന്ധതയിൽ നിന്ന് അന്ധപ്രായരായ ഐശ്വര്യമത്തന്മാർ സ്വന്തം ആളുകളെ ഒന്നും ഗൗനിക്കില്ല, അറിയാത്തതുപോലെ നടിക്കുന്നതാണ്. ശ്രീശുബ്രഹ്മഷി പറയാണ്, ഏവം സൗഹൃദ ശൈഥില്യ ചിത്താനഗദുന്ദുഭി രുരോധ തൽകൃതാം മൈത്രീം സ്മരൻ അശ്രുവിലോചന. ഇങ്ങനെ സൗഹൃദ ശൈഥില്യ ചിത്ത, സൗഹൃദം കൊണ്ട് ശിഥിലമായ മനസ്സോടുകൂടിയ ആനഗദുന്ദുഭി, ആ വസുദേവന് അശ്രുവിലോചന, കണ്ണുകൾ നിറഞ്ഞ്, തൽകൃതാം, അവരാൽ ചെയ്യപ്പെട്ട സ്നേഹത്തെ ഓർത്ത്, രുരോധ, അവർക്ക് കരഞ്ഞു എന്നാണ്. തങ്ങളോട് ഈ യശോദയും നന്ദഗോപരും കാണിച്ച സ്നേഹവും മൈത്രിയും അതിങ്ങനെ ആലോചിച്ചപ്പോ നന്ദഗോപര് ആ നന്ദഗോപരുടെ മുമ്പിൽ നിന്ന് വസുദേവര് ഉറക്കെ കരയാൻ തുടങ്ങി. നന്ദസ്തു സഖ്യു പ്രിയകൾ പ്രേംനാ ഗോവിന്ദ രാമയോ അദ്യ ശ്വ ഇതി മാസാം സ്ത്രീൻ യദുഭിർമാനിതോപസൽ. സഖ്യു, പ്രിയകർ, നന്ദഹാതു, തന്റെ കൂട്ടുകാരന് പ്രിയത്തെ ചെയ്യുന്ന, തന്റെ സഹോദരതുല്യനായ വസുദേവർക്ക് വേണ്ടത് പ്രിയം ചെയ്യുന്ന നന്ദൻ, ഗോവിന്ദരാമയോ, ഗോവിന്ദനിലും രാമനിലും, ശ്രീകൃഷ്ണനിലും ബലരാമനിലും പ്രേമം കൊണ്ട്, അദ്യ ശ്വ ഇതി, ഇന്ന് നാളെ എന്ന് പറഞ്ഞു. അങ്ങനെ യദുക്കളാൽ മാനിക്കപ്പെട്ട് ത്രീൻ മാസാൻ, 3 മാസം അവിടെ താമസിച്ചു എന്നാണ്. അപ്പോ ശ്രീകൃഷ്ണ ബലരാമന്മാരോടുള്ള സ്നേഹം കാരണം എന്തായി? രാവിലെ പുറപ്പെടുമ്പോൾ വിചാരിക്കും ഇന്ന് വേണ്ട, അദ്യശ്വ ഇതി, ഇന്ന് നാളെ ആവാം എന്ന് വിചാരിക്കും. വൈകുന്നേരം പോവാൻ നിൽക്കും, വൈകുന്നേരം പുറപ്പെടുമ്പോൾ വിചാരിക്കും വേണ്ട, നാളെ കാലത്ത് പോവാം. ഇങ്ങനെ ആ സൽക്കാരം സ്വീകരിച്ചുകൊണ്ട് രാമകൃഷ്ണന്മാരോടുള്ള സ്നേഹം കൊണ്ട് നന്ദഗോപരും ഒക്കെ 3 മാസം അവിടെ താമസിച്ചു. ഇതി മാസാം സ്ത്രീൻ യദുഭിർമാനിതോപസൽ തതകാമൈ പൂജ്യമാണ സവ്രജസ്തഹ ബാന്ധവ പരാധ്യാഭരണ ക്ഷൗമനാനാനർഘ്യ പരീക്ഷതൈ. എന്നിട്ടോ വസുദേവോഗ്രസേനാഭ്യാം കൃഷ്ണോദ്ധവബലാദിഭിഃ ദത്തമാദായ പാരിബർഹം യാപിതോ യദുഭിർയയോ.
തഥാ ഇതിനുശേഷം സവ്രജ വ്രജവാസികളോട് കൂടിയ സഹബാന്ധവ ബാന്ധവന്മാരോട് കൂടിയ നന്ദഗോപര പരാർത്ഥ്യാഭരണക്ഷൗമനാനാനർഘ്യ പരീക്ഷതൈ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, വിലപിടിച്ച മറ്റു പദാർത്ഥങ്ങൾ എന്ന കാമിക്കത്തക്ക വസ്തുക്കൾ കൊണ്ട് പൂജ്യമാണ്, നിറയ്ക്കപ്പെട്ടവനായി ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുത്തു എന്നാണ്. അങ്ങനെ വസുദേവ ഉഗ്രസേനാഭ്യം വസുദേവർ ഉഗ്രസേനൻ ഇവരാലും കൃഷ്ണോദ്ധവ ബലാദിഭി കൃഷ്ണൻ ഉദ്ധവൻ ബലരാമൻ ഇവരാലും ദത്തം കൊടുക്കപ്പെട്ട പാരിബരിഹം സമ്മാനത്തെ ആദായ എടുത്തിട്ട് യദുഭി യാപിത യയോ യദുക്കളാൽ പുറപ്പെടുവിക്കപ്പെട്ടവനായി പോയി എന്നാണ്. അകമ്പടിക്കാരോടുകൂടി പുറപ്പെടുവിച്ചു നന്ദഗോപരെ. നിരവധി സമ്മാനങ്ങൾ കൊടുത്തു. അതൊക്കെ സ്വീകരിച്ച് നന്ദഗോപര് തിരിച്ച് വൃന്ദാവനത്തിലേക്ക് യാത്രയാവും. നന്ദോ ഗോപാശ്ച ഗോപ്യശ്ച ഗോവിന്ദചരണാംബുജേ മനഃക്ഷിപ്തം പുനർഹർത്തുമനീഷ മധുരാം യയൂ. നന്ദഗോപര് അതേപോലെ മറ്റ് ഗോപന്മാര്, ഗോപസ്ത്രീകൾ ഇവരൊക്കെ ശ്രീകൃഷ്ണ ചരണാംബുജേ ഗോവിന്ദ ചരണാംബുജേ ഗോവിന്ദന്റെ പാദാരവിന്ദങ്ങളിൽ ക്ഷിപ്തം മനഃ അർപ്പിക്കപ്പെട്ട മനസ്സിനെ പുനഃഹർത്തും വീണ്ടെടുക്കാനായി അനീഷ അസമർത്ഥരായി മധുരയിലേക്ക് തിരിച്ചുപോയി, അല്ലെങ്കിൽ വൃന്ദാവനത്തിലേക്ക് പോയി എന്നാണ്. മനസ്സിനെ പിൻവലിക്കാൻ സാധിക്കണില്ല. ഭഗവാനിലേക്ക് സമർപ്പിച്ച മനസ്സ്, ആ മനസ്സിനെ മാനസചോരനായിരിക്കുന്ന മരതകമണിവർണ്ണൻ അപഹരിച്ചു. അതുകൊണ്ട് അവിടേക്ക് സമർപ്പിച്ച മനസ്സിനെ തിരിച്ചെടുക്കാൻ അവർക്ക് സാധിക്കണില്ല. കൃഷ്ണസ്മരണയോടുകൂടി അവരിതാ തിരിച്ച് പോണു. ബന്ധുഷു പ്രതിയാതേഷു വൃഷ്ണയ കൃഷ്ണദേവത വീക്ഷ്യ പ്രാവൃഷമാസന്നാം യയുർദ്വാരവതിം പുനാ. ബന്ധുഷു ബന്ധുക്കൾ പ്രതിയാദേശു മടങ്ങിയപ്പോ കൃഷ്ണദേവത കൃഷ്ണനാകുന്ന ദേവനോടുകൂടിയ വൃഷ്ണികൾ വൃഷ്ണയ പ്രാവൃഷം ആസന്നാം മഴക്കാലം വന്നു എന്ന് മനസ്സിലായി. വീക്ഷ കണ്ടിട്ട് പുനഃ ദ്വാരവതിയും അവരും ദ്വാരകയിലേക്ക് പോയി. സമന്തപഞ്ചക തീർത്ഥക്കരയിലായിരുന്നു എല്ലാവരും ഒത്തുചേർന്നത്. ഇപ്പോ മഴക്കാലം വന്നു എന്ന് മനസ്സിലായപ്പോ ശ്രീകൃഷ്ണ സഹിതരായ വൃഷ്ണികൾ, കൃഷ്ണനോടുകൂടിയ വൃഷ്ണികൾ, വൃഷ്ണികുലം, ആ യാദവകുലം മുഴുവൻ ദ്വാരകയിലേക്ക് തിരിച്ചുപോയി. യയു ജ്ഞാനം ചെയ്തു. ജനേഭ്യ കഥയാംശ്ചക്രുർയദുദേവ മഹോത്സവം യദാസീൽ തീർത്ഥയാത്രായാം സുഹൃൽ സന്ദർശനാദികം. തീർത്ഥയാത്രായാം സുഹൃൽ സന്ദർശനാദികം, തീർത്ഥയാത്രയിൽ സുഹൃത്തുക്കളുടെ സന്ദർശനം മുതലായ യത് ആസീൽ എന്താണ് ഉണ്ടായത്? ആ യദുദേവ മഹോത്സവം, യദുദേവന്റെ ശ്രീകൃഷ്ണന്റെ ആ മഹോത്സവത്തെ ജനേഭ്യ കഥയാംശ്ചക്രു ജനങ്ങളോട് പറഞ്ഞു കേൾപ്പിച്ചു. തീർത്ഥയാത്രയിൽ യദുരാജാവായ ഉഗ്രസേനൻ മുതലായവർക്കുണ്ടായ മഹോത്സവം. യദുദേവൻ അത് ഉഗ്രസേനനുമാണ്, ഭഗവാനുമാണ്. ആ മഹോത്സവത്തെ അത് അവിടെ കണ്ട നിരവധി സുഹൃത്തുക്കൾ, അവരുടെയൊക്കെ കഥ അങ്ങനെയാണല്ലോ. നമ്മൾ എവിടെയെങ്കിലും പോയി വന്നാൽ ആ കഥകളൊക്കെ പറയുക മറ്റുള്ളവരുമായിട്ട്. ഇങ്ങനെ ആ സമന്ത പഞ്ചക തീർത്ഥക്കരയിൽ നടന്ന ശ്രീകൃഷ്ണ കുടുംബ സംഗമം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഗംഭീരായാണ്. എല്ലാവരും ഈ കഥകളെ പറഞ്ഞുകൊണ്ടിരുന്നു, മറ്റുള്ളവരുമായി പങ്കുവച്ചു. അത്യന്തം രസകരമായ ആ ബന്ധുത്വത്തിന്റെ, സ്നേഹത്തിന്റെ ഒക്കെ അനർഘമായ നിമിഷങ്ങൾ നൽകിക്കൊണ്ടുള്ള ആ തീർത്ഥയാത്രാനുവർണ്ണനം എന്നു പേരുള്ള 84-ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കുകയാണ്. ഇനി 85-ാമത്തെ അധ്യായമാണ് നമ്മൾ നാളെ കർക്കിടക മാസത്തിന്റെ പൊൻപുലരിയിൽ പാരായണം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്. ഭഗവാൻ അവിടെ മഹാബലിയുടെ അടുത്ത് ചെന്ന് തന്റെ ഏട്ടന്മാരായി പിറന്ന ആ ഉണ്ണികളെ തിരിച്ചു കൊണ്ടുവരാൻ അമ്മയുടെ പ്രാർത്ഥന, അമ്മയുടെ ആഗ്രഹം
മരിച്ചുപോയ മക്കളെ മുഴുവൻ തിരിച്ചു കൊണ്ടുവരിക എന്ന് തീർച്ചപ്പെടുത്തി യാത്രയാകുന്ന രംഗം ആ കുട്ടികളെ മുഴുവൻ ഭഗവാൻ ദേവകിയെ ഏൽപ്പിച്ചു. അതിനുശേഷം അവരൊക്കെ ദേവകിയുടെ മുലപ്പാലുണ്ട് ദേവരൂപികളായി വീണ്ടും ബ്രഹ്മപദത്തിലേക്ക് തന്നെ എത്തിച്ചേർന്നു എന്നുള്ള രംഗങ്ങളൊക്കെയാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ കള്ളക്കർക്കിടകം, പഞ്ഞക്കർക്കിടകം എന്നൊക്കെ പറഞ്ഞിരുന്ന കർക്കിടക മാസത്തെ സജ്ജനങ്ങളുടെ മഹത്വചനങ്ങളിലൂടെ അതിപ്പോ രാമായണ മാസമായി. രാമായണം അല്ലേ, ഇരുട്ട് മായാൻ, ഇരുട്ട് ഇല്ലാതെയാവാൻ വിജ്ഞാനത്തിന്റെ ആ രാമജ്യോതി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിറയണം. രാമകഥകൾ പാടിയും രാമന്റെ കീർത്തനങ്ങൾ ചൊല്ലിയും രാമനാമം ജപിച്ചും നമുക്ക് ഓരോരുത്തർക്കും ഈ രാമായണ മാസത്തെയും ഏറ്റവും ധന്യമാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവണം, അതുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന് ഉറപ്പുണ്ട്. അതിനായി വീണ്ടും വീണ്ടും പൊന്നുഗുരുവായൂരപ്പന്റെ അക്ഷരസ്വരൂപയുടെ പാദാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ വാക്കുകളെ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു, കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം, കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം, നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം.
വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.